السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. സ്നേഹമുള്ളവരെ, സൂറത്ത് ബഖറയിൽ 208 വചനം. നമ്മുടെ നാട്ടിൽ 5 വക്തും പള്ളിയിൽ പോയി നമസ്കരിക്കുകയും അതും ജമാഅത്തായി നമസ്കാരത്തിൽ പങ്കെടുത്ത് പിന്നെ കഴിവുള്ളവർ ഹജ്ജൊക്കെ ചെയ്ത് റമദാൻ മാസത്തിലെ നോമ്പും സക്കാത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഒരു സമ്പൂർണ്ണ മുസ്ലിമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തും. എപ്പോഴും അയാൾ പള്ളിയിലുണ്ടാവുമല്ലോ, അയാൾ ദിക്റ് ചൊല്ലിയിരിക്കാറുണ്ടല്ലോ, സുന്നത്തും നിസ്കരിക്കലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അയാളെക്കുറിച്ച് മതത്തിൻ്റെ ആളാണ് എന്നതിൽ സംശയമില്ല എന്ന് നമ്മൾ വിലയിരുത്തും. സത്യത്തിൽ ഇസ്ലാമിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇബാദാത്തിൻ്റെ ഭാഗമാണ്, സക്കാത്ത്, ഹജ്ജ്, നോമ്പ് ഒക്കെ. മറ്റൊന്ന് മുആമലാത്താണ്, മനുഷ്യരുമായിട്ടുള്ള ബന്ധം. ഇബാദത്തുകൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്. ഇതുകൂടി ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് പൂർണ്ണമായി ഇസ്ലാമിൻ്റെ ഒരവസ്ഥ. അങ്ങനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹ് നിഷിദ്ധമാക്കിയ ഒരു തിന്മ പടച്ച റബ്ബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു തിന്മ ആരും ചെയ്യരുതല്ലോ. നമ്മൾ മാത്രം ചെയ്യാതിരുന്നുകൊണ്ട് ആയില്ല. കാരണം ആ തിന്മയുടെ കെടുതി വ്യാപിച്ചു കഴിഞ്ഞാൽ ഈ നന്മ ചെയ്യുന്ന മുസ്ലിമിനും അത് ദോഷമായി മാറും. അതുകൊണ്ട് ആ തിന്മ ചെയ്യാതിരിക്കണം എന്നുള്ളത് നമ്മുടെ വാശിയായി മാറണം. ഇനി ഇസ്ലാം പഠിപ്പിച്ച ഒരു ജനോപകാരപ്രദമായ നന്മ അത് വിശ്വാസി അല്ലാത്തവരും ചെയ്ത് നാട്ടിൽ ഐശ്വര്യവും സമാധാനവും വരണ്ടേ. അങ്ങനെ വരുമ്പോഴാണ് മതത്തിൻ്റെ ജീവസുറ്റ ഭാഗങ്ങൾ വരുന്നത്. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ജനസംഖ്യയുടെ 6% മനുഷ്യർ, അഥവാ 30 കോടി മനുഷ്യർ ലഹരി വസ്തു കിട്ടാഞ്ഞാൽ ജീവിക്കാൻ കഴിയാത്ത മനുഷ്യരാണ്. അവർക്ക് ആകെ അസ്വസ്ഥരാവും, അവർ അധാർമിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്താളും. അത്രയും രൂപത്തിൽ ലഹരിയുമായി ജീവിതത്തിൽ ബന്ധപ്പെട്ടു പോയ ആളുകൾ. ഇത് യൂട്യൂബൊക്കെ തുറന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന കണക്കാണ്. ഇതിൽ പെടാത്ത എത്രയോ മനുഷ്യർ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടാവും. ഈ ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറയുന്നൊരു സംഗതി നിസ്കരിക്കുന്ന ആൾ ചിന്തിക്കുകയാണ്, ഞാൻ ചെയ്യുന്നില്ലല്ലോ, എൻ്റെ മക്കളാരും അത് ചെയ്യുന്നില്ലല്ലോ, ചെയ്യുന്നവരാരും പള്ളിയിൽ വരാറുമില്ല, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നാൽ അല്ലാഹ് പറഞ്ഞു, വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. ഒരാളെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കും കെടുതികൾ വരുമ്പോൾ. മനുഷ്യന് നല്ല ജീവിത സൗകര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ അള്ളാഹു നൽകുകയും ആ ആരോഗ്യമുള്ള ക്ഷേമത്തോടെയുള്ളൊരു ജീവിതത്തിന് വേണ്ടിയുള്ള വഴി അള്ളാഹു തആല മനുഷ്യന് മുമ്പിൽ തുറന്നു വെക്കുകയും ചെയ്തു. അതാണ് ശരീഅത്ത് നിയമം എന്ന് പറയും. മനുഷ്യരുടെ ഇഹലോക ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കിട്ടണം, അത് മുഖേന പരലോകത്ത് വിജയികളാവുകയും വേണം. ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവന് ബുദ്ധിപരമായ സ്ഥിരത വേണം. അപ്പോഴാണ് കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടാവുക. ആരോഗ്യമുള്ള ശരീരം വേണം. അപ്പോഴാണ് ജീവിതത്തിന് ക്ഷേമൈശ്വര്യങ്ങൾ ഉണ്ടായിത്തീരുക. അത് രണ്ടും കാത്ത് സംരക്ഷിക്കാൻ ഉതകുന്ന നിയമാവലികളാണ്
പടച്ച റബ്ബ് ശരീഅത്തായി നമുക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ തരം ലഹരികളാണ്. ഇപ്പോൾ ഈ അടുത്ത് കേരളത്തിലെ അറിയപ്പെടുന്നൊരു മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന യൂട്യൂബിലൊക്കെ അയാളെ ക്ലാസ്സുകൾ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തി അയാളുടെ അനുഭവം പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ വെക്കേഷൻ കാലത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ വീട്ടിലെ വൈഫൈ കട്ട് ചെയ്തു പറഞ്ഞു. വീട്ടിലിപ്പോൾ വെക്കേഷനാണല്ലോ, കുട്ടികൾക്ക് പഠിക്കാനൊന്നുമില്ല, അപ്പോൾ വൈഫൈ വേണ്ട, ഒക്കെ മിണ്ടിയും പറഞ്ഞും വീട്ടിലൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ദിവസം മകൻ ആകെ അസ്വസ്ഥനായിരുന്നു പറഞ്ഞു. കാരണം വൈഫൈ ആണ് കട്ട് ചെയ്തുകൊണ്ട് ആകെപ്പാട് വെറീസ്, ടൈം പോകുന്നില്ല, ആകെപ്പാടെ പ്രശ്നം. അപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ പാകപ്പെട്ടപ്പോൾ ചോദിച്ചാലോ, വാപ്പ നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാലോ. കാരണം വാപ്പ രാവിലെ ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്നല്ല, മകൻ്റെ ഇതൊന്നും അറിയില്ല. കാരണം ഓൻ ഇത് ഓൺലൈൻ ലോകത്ത് മാത്രമാണ് ജീവിക്കുന്നത്, തല ഉയർത്തി നോക്കണ്ടേ. അയാൾ പറഞ്ഞു, ഞാനടക്കമുള്ള ഈ സമൂഹം എത്തിപ്പെട്ടൊരവസ്ഥയാണ്. അത് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ ലഹരിയിലാണ്. ആ ലഹരിയുടെ ഭാഗമായി നമ്മൾ ജീവിതത്തിൽ മനുഷ്യർക്ക് മതം ഒരു ലഹരിയായി മാറുമ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാവിലെ സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നത് നമ്മുടെ ഉറക്കം തീർന്നത് കൊണ്ട് മാത്രമല്ല, അലാറം അടിക്കുന്നത് കൊണ്ടുമല്ല, ഉണരണം എന്ന് നമ്മളെ ബയോളജിക്കൽ ക്ലോക്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. നമ്മൾ സുബഹിക്ക് എഴുന്നേറ്റ് റബ്ബിൻ്റെ മുമ്പിൽ എൻ്റെ പ്രഥമ പ്രാർത്ഥന നിർവഹിക്കണം എന്ന് മനസ്സിലാണ് കുറിച്ചിടുമ്പോഴാണ് നമ്മളവിടെ എഴുന്നേൽക്കുന്നത്. എന്നാലും ചിലപ്പോൾ നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെയോ ഉറങ്ങി വൈകിക്കിടന്നതിൻ്റെയൊക്കെ കാരണത്തിൽ ചിലപ്പോൾ ഉറങ്ങിയൊക്കെ പോവും. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മതം ഒരു ആത്മീയ ലഹരിയായി മാറുമ്പോൾ അതിനു വേണ്ടി സമർപ്പിക്കാൻ സമയം കൊടുക്കും, അതിനു വേണ്ടി സമർപ്പിക്കാൻ സമ്പത്ത് കൊടുക്കും, അതിനു വേണ്ടി വ്യയം ചെയ്യുന്ന ഓരോന്നിലും അവന് സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവും. അത് കിട്ടാത്ത ആളുകളാണ് നൈമിഷിക സുഖങ്ങൾ തേടി ജീവിത പ്രശ്നങ്ങളിൽ പരിഹാരം കാണാതെ ലഹരിയിൽ അഭയം തേടുന്നു. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ വ്യക്തിപരമായ ഉപയോഗത്തിനും വിനോദത്തിനും വേണ്ടിയും ലഹരി ഉപയോഗിക്കുന്നത് തെറ്റല്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൂഫാൻ കേന്ദ്രീകരിച്ച് ലഹരി വേട്ട നടത്തുമ്പോഴും മദ്യം ഉപയോഗിക്കുക എന്നുള്ളത് ഈ ലഹരിയുടെ ഗണത്തിൽ പെടൂല. അത് ഈ രാജ്യത്തിൻ്റെ വരുമാനമാണ്, ആളുകളുടെ ആസ്വാദനമാണ്. അതിന് പുതിയ ഔട്ട്ലെറ്റുകൾ തുറന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യാൻ. അപ്പോൾ സൂചിപ്പിച്ചു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ഈ സാമൂഹ്യ ജീവിത വ്യവസ്ഥിതിയിൽ വലിയ രൂപത്തിൽ സത്യത്തെ സത്യമായി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ മനുഷ്യന് ആത്മീയത ഉണ്ടായിത്തീരേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ. ആ ആത്മീയത ഇല്ലാതെ പോകുമ്പോൾ ഇന്ന് ലോകത്ത് കാണുന്നൊരു കാഴ്ച കവി 2 വാക്കിൽ ഒതുക്കി തീർക്കുന്നുണ്ട്. നന്മകൾക്ക് നിറങ്കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്ക് നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മുരുകൻ കാട്ടാക്കടയുടെ വരികളാണത്. നന്മകളുടെ നിറം കെട്ടുപോയൊരു കാലമാണ്, തിന്മകൾക്കോ വലിയ വർണ്ണവും ചന്തവുമുള്ളൊരു കാലത്താണ് എന്ന് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. മിന്നുന്നു പലതെങ്കിലും അത് പൊന്നലെന്നുണ്ണി. ഒരുപാട് സാധനം മിന്നി തിളങ്ങുന്നുണ്ട്, പക്ഷെ അത് പൊന്നല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നഷ്ടപ്പെട്ടതാണ് പ്രശ്നം. എന്നിട്ടോ ഈ യുവത്വം എവിടേക്ക് പോകുന്നു? ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ. ഒരു ദീപം കത്തിച്ചു വെച്ചാൽ മുന്നും പിന്നും ആലോചിക്കാതെ പ്രാണികൾ പാറിയെടുക്കുന്ന പോലെയാണ്. ചിറക് വെന്ത് കരിഞ്ഞ് മണ്ണിൽ അടിഞ്ഞിരുന്നുണ്ണി. ചിറക് കത്തിത്തീർന്ന് അത് മണ്ണിൽ അടിഞ്ഞു തീരുന്ന പോലെ എന്തിനാണ് ജീവിക്കുന്നത്, എങ്ങോട്ടാണ് ജീവിതയാത്ര, ലക്ഷ്യമെന്താണ് എന്നറിയാതെ പല ആളുകളും ജീവിതത്തിൽ വെന്തുരുകിപ്പോകുന്നു എന്ന് സൂചിപ്പിക്കുക. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പുകവലിക്കുന്ന വസ്തുക്കളിലും പുകയില വിൽക്കുന്ന സ്ഥലത്തും നിയമപരമായി മുന്നറിയിപ്പുണ്ട്, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യം വിതരണം ചെയ്യുന്ന ഹോട്ടലിൻ്റെ മുൻഭാഗത്തും ഈ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇത് ഹാനികരമാണ്. ഈ മുന്നറിയിപ്പുകളൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ പോകുമ്പോൾ
ഒറ്റ സംഗതി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യൻ്റെ സ്വസ്ഥമായ സമാധാന ജീവിതത്തിന് ഭംഗം വരാനും തിന്മകൾ കണ്ടമാനം വ്യാപകമാവാനുള്ള കാരണം അൽ ഖംറു ഉമ്മുൽ ഖബായിസി, എല്ലാ തിന്മകളുടെയും മാതാവും മദ്യമാണ് കേട്ടോ എന്ന് റസൂൽ സൂചിപ്പിച്ചു. എന്നിട്ട് റസൂൽ അതിനൊരു ഉദാഹരണവും പറയുന്നുണ്ട്. പൂർവിക സമൂഹത്തിൽ ജീവിച്ച ഒരു പുരോഹിതൻ, മഠത്തിൽ ആരാധനകൾ ചെയ്തു കൂടുന്ന ഒരു മനുഷ്യൻ, നാട്ടിലെ അറിയപ്പെടുന്ന ഒരു അഭിസാരിക അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഒരു ഷഹാദക്ക് വേണ്ടി, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്, ഒരു സാക്ഷി പറയാൻ വേണ്ടിയിട്ട്, എന്തിനും ആവാം. അയാൾ ഈ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നപാട് ഈ പെണ്ണ് കതകടച്ച് കളഞ്ഞു. കതകടച്ചിട്ട് പറഞ്ഞു, ഞാൻ സാക്ഷിക്ക് വേണ്ടിയൊന്നല്ല നിങ്ങളെ വിളിച്ചത്, നിങ്ങൾ ഒന്നുകിൽ ഞാനുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കണം. കാരണം ഇയാൾ വലിയ ആത്മീയവാദിയാണല്ലോ. അവസരം കിട്ടുമ്പോൾ ആത്മീയത ഇല്ലാത്ത ജീവിതത്തിൽ ഇയാൾ പങ്കാളികളാകുമോ? അല്ലെങ്കിൽ ഔ തഖ്തുല ഹാദൽ ഉലാമ, ഈ കുട്ടിയെ കൊന്നു തരണം. അതുമല്ലെങ്കിൽ ഔ തശ്റബ ഹാദൽ ഹം, ഈ കള്ള് കുടിക്കണം. 3 ഓപ്ഷൻ ഇയാളെ മുമ്പിൽ വെച്ചു. എന്നിട്ട് ഇയാളോട് പറയും, ഇത് 3ഉം ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ സമൂഹ മധ്യത്തിൽ വഷളാക്കും. നിങ്ങൾ വലിയ ധ്യാനനിരതനായിരിക്കുന്ന പുരോഹിതൻ എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ലോകരോട് അറിയിക്കും. അപ്പം ഈ പുരോഹിതൻ അങ്ങനെ ചിന്തിച്ചു. റസൂലുള്ള വിശദീകരിച്ച ഹദീസിലുണ്ട്, 3ഉം തിന്മയാണ്. ജീവിതത്തിൽ ചെയ്യാത്ത ഒരു അരുതായ്മയായ വ്യഭിചരിക്കണം ഒന്നുകിൽ, അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊല്ലണം. അപ്പം ആ യലുന്ന അയാൾ വിചാരിച്ചു, ഏറ്റവും ചെറുത് ഇപ്പോൾ ഒരു ഗ്ലാസ് കള്ളുടിക്കല്ലേ, എന്നാൽ അതാണ് കുടിച്ചാളുക. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ തൽക്കാലം ആളുകളടിക്ക് പുറത്തിറങ്ങാൻ ഞാൻ അറിയില്ല, ഇങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ കുടിച്ചു പോയി എന്ന് വെക്കാലോ. പക്ഷേ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മട്ടും മാതിരിയൊക്കെയാണ് മാറി. സീദൂനി, ഇഞ്ഞും പാരി തീക്കാറ് മൂപ്പര്. കാരണം ഇത് ആദ്യമായിട്ട് കുടിച്ചപ്പോൾ തരിപ്പിണ് കയറി ഇയാൾക്ക്. ഇയാൾ സ്ഥലകാല ബോധക്കാണ് പറഞ്ഞ് ഭ്രമ ചിത്തനായി ഇദ്ദേഹം വീണ്ടും പാർന്ന് കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾ ഈ പെണ്ണുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. അത് കണ്ട കുട്ടിയെ കൊന്നും ചെയ്തു. 3 തിന്മകളും ആ മനുഷ്യൻ ചെയ്യേണ്ടി വന്നു ഈ ഒരു ഗ്ലാസ് കഴിച്ചപ്പോൾ. എന്നിട്ട് ആ റസൂലുള്ള നമ്മളെ വിശദീകരിക്കുന്നത്, മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മയുടെയും താക്കോൽ ഈ ലഹരി വസ്തുവാണ് കേട്ടോ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ ലഹരി ഉണ്ടായിത്തീരുമ്പോൾ നാട്ടിൽ എത്ര കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നു, എത്ര സമ്പത്ത് പാപ്പറായി ജീവിതം അവസാനം കടുങ്കൈ ചെയ്ത് കളയുന്ന മനുഷ്യർ, എല്ലാ തിന്മകളുടെയും വാഹകരായി മനുഷ്യർ മാറുന്നത് ആത്മീയ ലഹരിയിൽ നിന്ന് മനുഷ്യർ പിന്തള്ളപ്പെട്ടു പോവുകയും ഈ സിന്തറ്റിക് ലഹരിയിലേക്ക് മനുഷ്യർ വഴിമാറുകയും ചെയ്തുകൊണ്ടാകുന്ന പ്രശ്നം. അപ്പം അതുമാത്രമല്ല, ഇപ്പം നമ്മളെ നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു സംഗതിയും മിതമായി ഇസ്ലാം അംഗീകരിക്കുന്നു. ഇപ്പോൾ ഇപ്പോൾ കളിയുടെ, ഇപ്പോൾ സ്പോർട്സ് ലഹരിയുടെ ലോകത്തപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോക ഫുട്ബോൾ നടക്കുന്നതുകൊണ്ട് നാടുകളിലൊക്കെ വലിയ സ്ക്രീൻ കെട്ടി ആളുകൾ ഫുട്ബോൾ കാണുക. ഇസ്ലാം കളിക്ക് എതിരല്ല, വിനോദത്തിനും ഇസ്ലാം എതിരല്ല, മനുഷ്യരൽപ്പം സന്തോഷിക്കുന്നതിനും മതം എതിരല്ല. പക്ഷെ അതൊരു ഭ്രമമായി മാറുകയും അതിനോടനുബന്ധമായി നാട്ടിൽ അത് കോലാഹലങ്ങൾ ഉണ്ടായിത്തീരുകയും വലിയ സ്പർദ്ധയിലേക്കും വഴക്കിലേക്കും വക്കാണത്തിലേക്കൊക്കെ പോവുകയും കണ്ടമാനം പണം വാരി വെതറാൻ കാരണമായി തീരുകയും ചെയ്യുമ്പോഴോ അപ്പോഴാണത് പ്രശ്നമായി മാറും. മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്പെയ്ത്ത് മത്സരം നടത്താനും പഠിക്കാനും വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. കുതിരപ്പന്തയം നടത്താനും മത്സരം നടത്താനും കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബിയുടെ പള്ളിയിൽ വെച്ച് കളരിപ്പയറ്റ് നടത്തി നമുക്കൊക്കെ അറിയാവുന്ന സംഗതികളാണ്. നീന്തൽ മത്സരം നടത്താനും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. കാരണം മനുഷ്യർ നീന്തൽ നടത്തിയും അന്നത്തെ ഓരോരോ വിനോദോപാധികളാണ്. അമ്പെയ്ത്തും അതുപോലെ കുതിരപ്പന്തയൊക്കെ അന്നത്തെ യുദ്ധത്തിനും ആവശ്യമുള്ളൊരു സംഗതിയാണ്.
പക്ഷേ കുട്ടികളത് പഠിപ്പിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്നതോടൊപ്പം ഈ നീന്തലും ഈ അമ്പെയ്ത്തും ഈ കുതിരപ്പന്തയും ഒക്കെ നടത്തി മത്സരങ്ങളായി അത് വലിയ രൂപത്തിൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫുട്ബോൾ നടക്കുന്ന നാട്ടിലില്ലാത്ത അത്രയും ഫ്ലെക്സും മത്സരമൊക്കെയാണ് ഇപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്നൊരു സംഗതി. കഴിഞ്ഞ ആഴ്ച ഞാൻ രാവിലെ പുറപ്പെടുമ്പോൾ 4 മണിക്ക്, കഴിഞ്ഞ ഞായറാഴ്ച 4 മണിക്ക് സമയത്തുണ്ട് പടക്കം പൊട്ടുക. കാരണം ഏതോ ടീം ജയിച്ചത് കൊണ്ട് അവരുടെ ആവേശമോ എതിർ ടീം തോറ്റതിൻ്റെ ആവേശമോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ എത്ര അതിൻ്റെ പരിസരത്തുറങ്ങുന്ന ചെറിയ മക്കൾ, രോഗികൾ, വൃദ്ധന്മാരായ ആളുകൾ, അവരൊക്കെ ഒരു പടക്കം പൊട്ടിയാൽ തിരക്കില്ല, ഒന്നാകെ കോമ്പലക്കണക്കിന് പടക്കം പൊട്ടിക്കുന്നത്. കാരണം ആവേശത്തിൽ ആളുകളിൽ നിന്ന് ഇങ്ങനെ കളി കാണുകയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഇപ്പം നമ്മളെ നാട്ടിൽ നിങ്ങൾ അയച്ചു, ഞാൻ കളി കാണലില്ല എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ പറയും അയാൾക്ക് ഏതോ കാലത്ത് ജീവിക്കേണ്ടിയ ആളാണ്. ഇപ്പോഴൊക്കെ കളി കാണാത്ത മനുഷ്യന്മാരുണ്ടോ? നമുക്ക് ആളുകളുടെ പറയാൻ തന്നെ പറ്റില്ലല്ലോ, ഞാൻ കളിയൊന്നും കാണില്ല എന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ. നമ്മൾ കുറേ നൂറ്റാണ്ട് മുമ്പ് മരിച്ചു പോകേണ്ട ആളുകളാണെന്ന് ആളുകൾ വെപ്പ്. ഒരു അത്ഭുത ജീവിയെ നോക്കുന്ന പോലെ ആളുകൾ കാണും. മാത്രമല്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ആളുകൾ പറയും പിന്തിരിപ്പൻ കാഴ്ചപ്പാടാണ്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ പറയുന്നത് എന്ന് പറയുന്ന ഒരു കാലത്തേക്ക് എത്തി. ഞാൻ സൂചിപ്പിക്കുന്ന എന്താ നിങ്ങൾ, എല്ലാറ്റിലുമുണ്ട്. മതത്തിൽ വരെ മിതത്വം പാടും. തീവ്രമായ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ മതവും കൊണ്ട് നടക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നതാ, അമിതത്വം പാടില്ല. അതായത് മതപരമായും നമ്മൾ ചെയ്ത്, അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. നിങ്ങൾ ചെയ്യുന്ന ആരാധനകൾ പതിവായി നിത്യമായും കൃത്യമായി ചെയ്യുന്ന അള്ളാഹ്ക്ക് ഇഷ്ടം. ഏതോ ഒരു ദിവസം എഴുന്നേറ്റ് നേരം വെളുക്കുന്നവരെ നിസ്കാരം തന്നെ. അങ്ങനെ നിസ്കരിച്ചിട്ട് ഈ ആരാധന കൊണ്ടുനടക്കാൻ കഴിയില്ലല്ലോ. കാരണം പിറ്റേന്ന് മായിശത്തിന് പണിക്ക് പോകണ്ടേ, ജീവിക്കണ്ടേ, ശരീരത്തൊരു ബാധ്യത നിർവഹിക്കണ്ടേ, ഇതൊക്കെ വേണം. അക്കൂട്ടത്തിൽ ശരീരത്തോടുള്ള ബാധ്യതയെ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അങ്ങനെ അല്ലാതെ വരുമ്പോൾ മനുഷ്യർ ഓരോ ലഹരിയിലേക്കാണ് കീഴ്പ്പെട്ട് പോകുന്ന അവസ്ഥ വരുമ്പോൾ എന്താ നിങ്ങൾ ഇരുന്നിങ്ങനെ മനുഷ്യന്മാർ ആലോചിക്കും, എന്താണ് എൻ്റെ അവസ്ഥ? ആ അവസ്ഥ ചിന്തിക്കുമ്പോഴേക്ക് കാലം അതിക്രമിച്ചു പോയിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ മലയാളത്തിലൊരു കവിതയുണ്ട്, കള്ള് എന്നാണ് ആ കവിതയുടെ പേര് തന്നെ. അതേമാതിരി അവസാനിപ്പിക്കുന്ന വരി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടാണ്, കൈക്കാലുകൾ ശോഷിച്ചതാക്കി നീ. കുടിച്ചൊക്കെ കുറേ കാലം കഴിഞ്ഞപ്പോഴേ അയാൾക്ക് തിരിച്ചറിവ് വരികയാണ്. അപ്പൊ അയാൾ ഇങ്ങനെ ഇരുന്നിട്ട് അയാൾ സ്വയം പറയാൻ, കൈക്കാലുകൾ ശോഷിച്ചതാക്കി നീ. കൈകാലുകളൊക്കെ ആകെ ഇപ്പോൾ ഇങ്ങനെ 8 കാലിൻ്റെ കൈയും കാലും പോലെ ശോഷിച്ചു പോയി, കഴിഞ്ഞില്ല. കണ്ണുകളുടെ കാഴ്ച കവർന്നു നീ. എല്ലാം കണ്ട് ആസ്വദിച്ചിരുന്ന കണ്ണുകളിപ്പോൾ അതിൻ്റെ കാഴ്ചകൾ മങ്ങി. കണ്ടമാനം കുടിച്ചതിനാൽ എൻ്റെ കിഡ്നി രണ്ടും തകരാറിലാക്കി നീ. 2 കിഡ്നി പഠിച്ചുപോയി. പിന്നെയോ മാന്യരാമൻ്റെ കൂട്ടുകാരൊക്കെയും മാറി മാറി പരിഹാസമാക്കി നീ. വളരെ നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇപ്പോൾ പണമൊക്കെ കുടിച്ച് തീർന്നൊരു മൂലയിലായപ്പോൾ അവരൊക്കെ പിന്നെ പരിഹസിക്കുന്ന കഥാപാത്രമാക്കി എന്ന് വിലാപം നടത്തുന്ന കവിത രചിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ നാട്ടിൽ നന്മയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വിശ്വാസികൾ ഉണ്ടാവണം. നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ബാക്കി നാട്ടിൽ എന്താ നോക്കുന്നതല്ല, നമ്മൾ അതൊന്നും നോക്കേണ്ടതില്ല എന്നല്ല. കാരണം ഈമാൻ കാര്യങ്ങൾ നമ്മൾ എണ്ണിപ്പറയുമ്പോൾ അതിൽ എണ്ണാതെ പോയ ഒന്നെന്താ കാര്യങ്ങൾ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈമാൻ കാര്യത്തിൽപ്പെട്ടൊരു സംഗതിയാണ്. അത് നാട്ടിൽ നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, മറ്റൊന്നും നമ്മൾ നോക്കേണ്ടതില്ല എന്നല്ല. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നടത്തുന്ന ഈ ഓപ്പറേഷൻ തൂഫാൻ ഉണ്ടല്ലോ, അതിൽ വിശ്വാസികൾ കഴിയുന്നത്ര സഹകരിക്കണം. അതിൻ്റെ രാഷ്ട്രീയമോ അതിൻ്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടുമോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. അതിലിപ്പം നമുക്ക് സഹകരിക്കാൻ കഴിഞ്ഞാൽ, ഒരാളെ നമുക്കതിൽ രക്ഷപ്പെടുത്തിയാൽ നാളെ നമ്മുടെ മക്കൾ അതിൽ പെട്ടുപോവാതിരിക്കാൻ അത്തരത്തിലുള്ള ഓപ്പറേഷനുകളിൽ നമ്മുടേതായ പങ്കാളിത്തം നിർവഹിക്കുക എന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. കാരണം അല്ലാഹ് പറഞ്ഞല്ലോ, തആവനു അൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും ഭക്തിയിലും സഹകരിക്കേണ്ടതുണ്ട്, കുറ്റത്തിലും
അതുപോലെ തന്നെ ശത്രുതയിലും സഹകരിക്കാനും പാടില്ല എന്ന്. അതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ഒരു നന്മ, മനുഷ്യത്തിൻ്റെ ക്ഷേമകരമായ പ്രവർത്തനത്തിൻ്റെ ഒരു നന്മ ആര് ചെയ്താലും വിശ്വാസികളുടെ പങ്ക് ആ രംഗത്തുണ്ടായിത്തീരേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം, മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലും ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ടല്ലോ, അതിൽ സീറ്റ് ഒഴിവാവാൻ വേണ്ടി ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അതിന് മാത്രം നമ്മുടെ പുതിയ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് വലിയ സംഖ്യ പണം ചെലവഴിച്ച് അവിടെ ചികിത്സിക്കാൻ വേണ്ടി സീറ്റ് ഒഴിവാകാൻ വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയാണ് വർദ്ധിത രൂപത്തിൽ വരുമ്പോൾ നമ്മൾക്ക് ഒരു പൊതുജന പങ്കാളിത്തത്തോടു കൂടി അത് ഇല്ലായ്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ വിശ്വാസികൾ മുൻപന്തിയിൽ ഉണ്ടാവുകയും എങ്ങനെയൊക്കെ ആ മഹാമാരിയെ തകർക്കാനും ഇല്ലാതാക്കാനും കഴിയുമോ അതിൽ പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ലതായ മുറാദുകൾ ഹാസിലാക്കി സത്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.